ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി കഥയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സ്റ്റോറി ടൈം. ഞാൻ എന്താ പറയുക, 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ശിഷ്യൻ 4ാം ക്ലാസ്സിൽ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാരൻസ് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, ഇപ്പോഴും സ്ട്രിക്റ്റ് ആണ്. എല്ലാവരും കുറച്ചധികം നല്ലോണം സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം പിന്നെ എനിക്ക് സമയത്ത് എൻ്റെ അമ്മ ഒരു ദിവസം ഞങ്ങളുടെ സ്കൂള് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തായിരുന്നു. ഞങ്ങൾ അത്ര അടുത്തായിരുന്നു സ്കൂള്. ജസ്റ്റ് ഒരു നടന്ന് പോകുന്ന ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാധാവിലാസം സ്കൂൾ. അപ്പോൾ അവിടെ പഠിക്കാൻ സമയത്ത് എൻ്റെ ചേച്ചി 4ാം ക്ലാസ്സിൽ, ഞാൻ 2ലാകാൻ എൻ്റെ ഓർമ്മ. ഒരു ദിവസം എൻ്റെ അമ്മ വന്നിട്ട്, എൻ്റെ അമ്മ മാക്സിയിൽ, എൻ്റെ അടുത്താണല്ലോ സ്കൂൾ, മാക്സിയിൽ വന്നിട്ട് ഒരു വലിയ വടി എടുത്ത് എൻ്റെ ഏച്ചിക്ക് 4 അടിയും കൊടുത്തിട്ട് പോകാൻ ഞാൻ കണ്ടത്. ഓനവരും വരുന്നതൊക്കെ എന്നോട് ചോദിക്കുകയാണ്, നിന്റെ ഏച്ചിക്കെന്നാ പറ്റി, നിന്റെ ഏച്ചിക്കെന്നാ പറ്റി. എനിക്കാണെങ്കിൽ കേടായിട്ട്. അപ്പം അമ്മ ഒരു ഭയങ്കര ഒരു വില്ലൻ വേഷമായിരുന്നു ഞങ്ങളുടെയൊക്കെ മനസ്സിൽ. എപ്പോഴും അടിക്കും. ആൻഡ് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ ഒരു മിഠായി ഉണ്ടായിരുന്നു, ഒരു മധുരമിഠായോ സംതിങ്, മധുരമിഠായോ എന്തോ ഒരു സാധനം, എനിക്ക് ഓർമ്മയില്ല, ഒരു പുളി മിഠായോ അങ്ങനെ എന്തോ സാധനം പറയും. എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ, എനിക്കത് ഓർമ്മയില്ല. അപ്പം അങ്ങനെ എന്തോ സാധനം പറയായിരുന്നു. അപ്പം പണ്ട് പറഞ്ഞാൽ ഞങ്ങളുടെ അതിൽ പൈസ തരില്ല ഇവർ. പൈസ 1 രൂപ 2 രൂപയുടെ ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഇവർ വീട്ടിൽ 1 രൂപ 2 രൂപയോ അങ്ങനെ എന്തോ ഒരു പൈസ എടുത്ത്, സംഭവം എടുത്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ എടുത്തിട്ട് ഇവളതിന് കൊണ്ട് പുളിമുട്ടായി വാങ്ങി. അപ്പോൾ ഇവളത് കഴിക്കുന്നതോ എങ്ങനെയോ അമ്മ കണ്ടു അത്. ഓക്കെ, ലൈക്ക് അമ്മ എന്തോ ഞങ്ങൾ പോവാൻ ലേറ്റായിട്ട് അമ്മ ഞങ്ങളെ നോക്കാൻ വരും, അങ്ങനെ എന്തോ ചെയ്ത സമയത്ത് ഇവളിത് കഴിക്കുന്ന അമ്മ ഈ വലയെടുത്തിട്ട് ഇവളാ അറഞ്ചും പുറഞ്ചും അടിച്ചു. സംഭവം അറഞ്ചും പുറഞ്ചും അടിയിട്ടിട്ട് പോകുന്നവര് വരുന്നവരൊക്കെ എന്നോട് ശരിക്കണം. ഏതോ ഒരു പെൺകുത്തി പാർട്ടാണ് സംഭവം ഞാൻ അറിഞ്ഞത്. ചേച്ചി കടി കിട്ടിയെന്നുള്ളത്. ഓക്കെ, ഞാൻ പോയി നോക്കുന്നു അമ്മ അടിച്ചിട്ട് പോകുന്നതാണ് ആക്സിഡന്റ്. ആൻഡ് ഇവളാണെങ്കിൽ ഈ കയ്യിൽ സാധനം പിടിച്ച് കരിയും ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ കാര്യം. എനിക്ക് അത്യാവശ്യം നല്ല സന്തോഷം നിർത്താൻ എല്ലാ സിബ്ലിങ്സും ഭയങ്കരമായിട്ട് അടിയും കുത്തൊക്കെയാണ്. അപ്പൊ ഞാൻ എൻ്റെ കുറ്റത്ത് കാര്യങ്ങളൊക്കെ എനിക്ക് എല്ലാ സമയമാണ് എല്ലാ സമയം വന്നൊരു പോകുന്നില്ല. അപ്പോൾ എൻ്റെ ഏച്ചിൻ്റെ മോനെ എൻ്റെ അമ്മ അടിക്കാൻ സമ്മതിക്കില്ല. എൻ്റെ ചേച്ചിയാണെങ്കിൽ അവനെ നിട്ട് നല്ലോണം അടിക്കില്ലേ, അത്ര വലിയ അടിയെന്നെങ്കിലും ചെറുതായിട്ട് അടിക്കും അവനെ. അപ്പൊ അവൻ എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ അമ്മ അച്ചട പൊന്നു ചക്കര ഭാവി എന്തിനാ അങ്ങനെ കളിക്കണേ എന്നൊക്കെയാണ് പറയണത്. ഞങ്ങളൊക്കെ ഉള്ള സമയത്ത്, ഞങ്ങളൊക്കെ ചെറിയ കാലത്ത് ഞങ്ങളമ്മ അടിച്ച് പെരക്കായിരുന്നു. ഞങ്ങൾ അടിച്ച് ഇടുക, കണ്ണിൽ മുളകരിക്കുക. അത് ഏറ്റവും വലിയ സംഭവം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കണ്ണിൽ മുളകരിക്കുക, വായിലൊക്കെ മുളക് വരത്തേക്കാന്ന് പറയുന്നത്, പച്ചമുളക് പൊട്ടിച്ചിട്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു എന്താ പറയാ, ഒരു ബാല്യകാല ഓർമ്മകൾ എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ബാല്യകാലം ഇങ്ങനെയാണോ എനിക്കറിയില്ല. പക്ഷെ ഇപ്പം എൻ്റെ ഏച്ചിയുടെ മോനോട് എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ്, അച്ഛടെ പൊന്നൂസേ എന്താ ഇങ്ങനെ കുത്തുക്കടി കളിച്ചല്ല അമ്മമ്മേൻ്റെ മോൻ എന്നൊക്കെയാണ് പറയണത്.